Hi, welcome to Tips for Happy Life. വേനൽക്കാലത്ത് ശരീരം തണുപ്പിക്കാനായിട്ട് ധാരാളം പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും പാനീയങ്ങളും നമ്മൾ കഴിക്കേണ്ടതുണ്ട്. ശരീരം കൂടുതലായി ചൂടായി നിന്നാൽ നമ്മുടെ ചർമ്മത്തിൽ പലവിധ രോഗങ്ങളും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്തേണ്ടത് ഉണ്ട്. രോഗപ്രതിരോധ ശക്തി വർദ്ധിച്ച് വേനൽക്കാല പ്രശ്നങ്ങൾ, ചൂടുകുരു മുതൽ വലിയ വലിയ സ്കിൻ പ്രോബ്ലംസ് വരെ തടയാനായിട്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ സാധിക്കും. നമുക്കറിയാം, വേനൽക്കാലമായാൽ രോഗങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടാവാറുണ്ട്. ചിക്കൻ പോക്സ്, അതുപോലെ കണ്ണിലസുഖം, പല വലിപ്പത്തിലുണ്ടാകുന്ന കുരുക്കൾ, സ്കിൻ ഒരുപാട് ഡ്രൈ ആകുക, ചുണ്ട് വിണ്ടുകീറുക, ഉപ്പൂറ്റി വിണ്ടുകീറുക, ഇങ്ങനെയൊക്കെ പലതരം സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാകും. ഇതിനൊക്കെ നമ്മൾ അതിൻ്റേതായ കെയർ കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും കഴിക്കേണ്ട ഒന്നാണ് നമ്മുടെ ശരീരത്തെ തണുപ്പിച്ച് നിർത്താൻ പോകുന്ന ആഹാര സാധനങ്ങൾ, ഡ്രിങ്ക്സ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ. അത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സംഭാരം. ഇതൊരു ഔഷധമാണെന്ന് തന്നെ പറയാവുന്ന ഒന്നാണ്. ഈ സംഭാരം ഉണ്ടാക്കാനായിട്ട് നമ്മൾ സാധാരണയായിട്ട് എടുക്കുന്നത് ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഞാനിവിടെ ഒരു അല്പം വലിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ പീസ് എടുത്താൽ മതിയാകും. പിന്നെ 3 കാന്താരി മുളക്. ഞാൻ ഏകദേശം ഒരു 3 ഗ്ലാസ് സംഭാരം ഉണ്ടാക്കാനുള്ള കാര്യമാണ് പറയുന്നത്. കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് ആയാലും മതി. പിന്നെ നമ്മുടെ കറിവേപ്പില, അതൊരു തണ്ടെടുത്തോളൂ. പിന്നെ ഒരു അല്പം ഉപ്പ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇത് നമ്മളൊരു മിക്സിയിൽ ആദ്യം തന്നെ അടിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് തൈരോ മോരോ കൂടി ചേർത്ത് പുറത്തേക്ക് പോകാത്ത രീതിയിൽ സൂക്ഷിച്ചൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. ഇപ്പോൾ തൈര് ചേർക്കുമ്പോൾ കൂടുതൽ ദിവസം കഴിഞ്ഞ് പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് വേണം തൈര് ചേർക്കാനായിട്ട്. അതുപോലെ ഉപ്പ് എങ്ങനെയാണെന്ന് നോക്കുക. ഒത്തിരി ഉപ്പ് ആഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അത്യാവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ആഡ് ചെയ്യുക. കാര്യം ഉപ്പ് കൂടുതലായാൽ നമ്മുടെ ശരീരത്തിന് ദോഷമാണ്. ഇപ്പോൾ നമ്മുടെ സംഭാരം റെഡി ആയിട്ടുണ്ട്. ഉപ്പും മസാലകളും ഒക്കെ അടങ്ങിയ ഫുഡ്സ് കഴിക്കുന്നത് ഒഴിവാക്കിയിട്ട് സംഭാരം ഡെയിലി ഈ വേനൽക്കാലത്ത് ഒന്ന് ശീലമാക്കി നോക്കൂ. ഇത് ശരിക്കും ഒരു ദാഹശമനി മാത്രമല്ല, ഒരു ഔഷധം കൂടിയായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്ന ഒന്നാണ്. പ്രമേഹമുള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും ഒക്കെ ഇത് വളരെ നല്ലതാണ്. ഇതുപോലുള്ള ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാനായിട്ടും നമ്മൾ ഇഞ്ചിയും കറിവേപ്പിലയും ഒക്കെ ധാരാളം ചേർത്ത് സംഭാരം കുടിക്കുന്നത് വളരെ ഉത്തമമാണ്. ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ പാട നീക്കിയ പാൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. പാട നീക്കിയ പാൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന തൈരാണ് സംഭാരം ഉണ്ടാക്കാനായിട്ട് എടുക്കേണ്ടത്. തൈരുണ്ടാക്കാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തൈരുണ്ടാക്കാനായിട്ട് എല്ലാവർക്കും അറിയാം. അത് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ഇട്ടിരുന്നു. അത് ഇതുവരെ പഠിക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? വേനൽക്കാലത്ത് ശരീരവും മനസ്സും ഒരേപോലെ തന്നെ റിഫ്രഷ്ഡ് ആക്കി നിർത്താനായിട്ട് ഡെയിലി നമ്മൾ സംഭാരം കുടിച്ചാൽ മാത്രം മതി. എല്ലാവരും അപ്പോൾ വേനൽക്കാലം എൻജോയ് ചെയ്തോളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ നമ്മുടെ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.